നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. ഒരു കപ്പലിന് $2 മില്യൺ, അതായത് ഏകദേശം 19 കോടി രൂപ. അതാണിപ്പോൾ ഹോർമോസ് കടലിടുക്കിനെ ഒരു ടോൾ ബൂത്താക്കി ഇറാൻ മാറ്റിയിരിക്കുകയാണ്. മറ്റു രാജ്യങ്ങളെ ഇത് ബാധിക്കും എന്നുള്ള കാര്യത്തിലൊന്നും സംശയമൊന്നുമില്ല. എന്നാൽ അമേരിക്കയോടും ഇസ്രയേലിനോടും സന്ധി ചെയ്യാനും അവരോട് ഒരു രീതിയിലും യുദ്ധമുന്നണിയുടെ കാര്യങ്ങളിൽ കൃത്യമായിട്ടുള്ള ഒരു തീരുമാനം ചർച്ചകളിലൂടെ ഉരുത്തിരിയാതെ ഒരു അയവും വരുത്താൻ ഇറാൻ ഭരണകൂടം തയ്യാറല്ല. അപ്പൻ രാജാവാണെങ്കിൽ മകൻ രാജവെമ്പാലയാണ് എന്ന രീതിയിലാണ് സോഷ്യൽ മീഡിയകളിൽ ഇപ്പോൾ മുജ്തബ ഖമേനിയെ കുറിച്ച് വാചകങ്ങൾ വന്നിരിക്കുന്നത്. നോക്കൂ, ഇറാൻ ആയുധങ്ങൾ പലതും ഉപയോഗിക്കുമ്പോൾ അവർക്ക് ഷോർട്ടേജ് വരും, സ്വാഭാവികമാണ്. യുദ്ധരംഗത്ത് നിൽക്കുന്ന ഇറാനെ സംബന്ധിച്ചിടത്തോളം ഈ യുദ്ധത്തിൽ മുഴുവൻ ഉണ്ടാക്കിയ അവരുടെ എക്യുപ്മെൻ്റ് നഷ്ടങ്ങൾ ഉൾപ്പെടെ യുദ്ധക്കെടുതികൾ അവരെ വല്ലാതെ ബാധിക്കുന്നുണ്ട്. അവർക്കുണ്ടായ നാശനഷ്ടങ്ങൾ, അവർക്കുണ്ടായ ഭീമമായ നഷ്ടം, ഇതിനെല്ലാം പരിഹാരം എന്ന രീതിയിൽ അവർ ഫണ്ട് റൈസ് ചെയ്യുകയാണ്. അവർ മറ്റു രീതിയിൽ അതിനുവേണ്ടിയുള്ള തുക കണ്ടെത്തുന്നത് ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള പണം വാരുന്നത് വഴിയാണ് എന്ന അനൗദ്യോഗിക റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. മറ്റൊന്ന് എന്ന് പറയുന്ന അമേരിക്കയുടെ നഷ്ടപരിഹാരം ചോദിക്കുക എന്നുള്ളതാണ്. ഇസ്രായേലിൻ്റെ തെമ്മാടിത്തരത്തെ എങ്ങനെയും അവസാനിപ്പിക്കാൻ ഇറാൻ പ്രതിജ്ഞാബദ്ധരാണ് എന്ന് കൃത്യമായി കണക്കൂട്ടി പറയുകയാണ്. അതുമാത്രമല്ല, ഇറാന്റെ പ്രസിഡന്റായ മസൂദ് പസകിസ്ഥാൻ വളരെ വ്യക്തമായി തന്നെ, വളരെ അസന്നിഗ്ധമായി തന്നെ പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു, 2-1 കാണാതെ ഇനി ഇറാന് വിശ്രമമില്ല. അതിൽ വളരെ വ്യക്തമാണ് ഈ 2-1 എന്ന് പറഞ്ഞാൽ അമേരിക്ക കീഴടങ്ങുന്ന രീതി, അമേരിക്ക ഡിമാൻഡുകൾ അംഗീകരിക്കുന്ന രീതിയിലേക്ക് നയതന്ത്രപരമായിട്ടുള്ള വിപുലമായിട്ടുള്ള ചർച്ചകളിലൂടെ കീഴടങ്ങണം. മധ്യസ്ഥ രാജ്യങ്ങളെ സമീപിച്ച് അമേരിക്ക നടത്തുന്ന ശ്രമങ്ങളും പാളുകയാണ്. അതൊന്നും ഇറാൻ വകവയ്ക്കുന്നില്ല. ഇറാനെ സംബന്ധിച്ചിടത്തോളം 2 പ്രധാന കാരണങ്ങളാണ്. ഒന്ന്, ഹോർമൂസ് കടലിടുക്ക് എത്രത്തോളം മറ്റു രാജ്യങ്ങളെ പ്രതികൂലമായി ബാധിക്കുന്നു. കപ്പൽ സഞ്ചാരത്തെ, ലോക കപ്പൽ സഞ്ചാരത്തിൻ്റെ 22% ആ കടലിടുക്കിലൂടെയാണെന്ന് അറിയാത്തവരല്ല ഇറാൻ. 2 എന്ന് പറയുന്നത്, GCC രാജ്യങ്ങൾ, അവിടേക്ക് പലായനം ചെയ്തിരിക്കുന്ന ആളുകൾ, അവിടെ ജോലി സാധ്യതകൾ നഷ്ടപ്പെട്ടാൽ മറ്റ് രാജ്യങ്ങളിൽ ഉണ്ടാകുന്ന സാമ്പത്തിക പ്രതിസന്ധി നമുക്കറിയാമല്ലോ. UAE പോലുള്ള നാടുകളിൽ നമ്മുടെ രാജ്യത്ത് നിന്ന് എത്ര പേരാണ് അവിടെ കുടുംബസഹിതം ജോലി ചെയ്ത് ദൈനംദിന ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അവിടെ നിന്ന് വൻകിട പിരിച്ചുവിടൽ, കൂട്ടത്തോടെയുള്ള പിരിച്ചുവിടൽ ഈ GCC രാജ്യങ്ങളിൽ നടന്നാൽ എന്തായിരിക്കും സാമ്പത്തിക സ്ഥിതിയിൽ ഉണ്ടാകുന്ന മാറ്റം? വലിയ മാറ്റങ്ങൾ തന്നെയായിരിക്കും സംഭവിക്കുന്നതെന്ന് നന്നായി ഇറാൻ അറിയാം. അവസരം മുതലെടുക്കുന്നവനാണ് യഥാർത്ഥ വീരൻ. ഇറാൻ അവസരം മുതലെടുക്കുകയാണ്. പറ്റിയ സുവർണ അവസരം കൃത്യമായി എവിടെയൊക്കെയാണ് നനഞ്ഞിരിക്കുന്ന അവിടെ കുഴിച്ച് അതിൻ്റെ അസ്ഥിവേര് തോണ്ടിയെടുക്കാനാണ്, മാന്തി പൊളിക്കാനാണ് ഇറാന്റെ പരമോന്നതകാരിയായ മുജ്തബ ഖമേനി ശ്രമിക്കുന്നത്.